വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കർദുങ്കിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഓൾറെഡി നമുക്കുള്ള ടിക്കറ്റെല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മുടെ സച്ചിൻ ആണ്. അപ്പോൾ എല്ലാവരും ബോർഡ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്ക് പോകുന്ന എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ ഡ്രൈവറാണ് നമ്മളിവിടെ കൊണ്ടുപോയിട്ടത്. അപ്പോൾ ഇനിയുള്ള എക്സ്പീരിയൻസ് മൊത്തം കവർ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി എല്ലാം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി രണ്ട് ബാറ്ററി വേണമെങ്കിൽ കർദുങ്കുളം മൊത്തം കവർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ കാണാം. ഓക്കെ, നമ്മുടെ കാർ വന്നിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം ഇവിടെയാണ് നമുക്ക് ദേവ് കഫേ ബർഷാനിയാണ് നമുക്ക് തന്ന ലൊക്കേഷന്. ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ പാക്കേജ് ബുക്ക് ചെയ്തു. അപ്പം നമുക്കുള്ള ആൾക്കാരാണ് വരുന്നത്. നമ്മൾ 6 ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഈ കമ്പൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചത് ഈ കടയിൽ നിന്നാണ്. ഇതാണ് ഇവിടുത്തെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് വർക്കേഴ്സ്, ബാക്ക് പാക്കേഴ്സ്, ഹോസ്റ്റൽ, കഫേസ് കിട്ടുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈഫൈ, ബോൺഫയർ, പബ്ലിക് പ്ലേ ഏരിയാസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത് രുദ്രനാഗിലാണ്. അതിനുശേഷം നാളെയാണ് കിറുഗങ്കിലേക്ക് പോകുന്നത്. കിറുഗങ്കിലേക്ക് ബേസിക്കലി നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ നാളെ 5 മണിക്ക് എഴുന്നതിന് ശേഷം 6 മണിക്ക് റെഡി ആയതിനു ശേഷം ആണ് നമ്മൾ കിറുഗങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ കിറുഗങ്കിലെ എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കോട്ടെ നാളെ ശരിയാകുന്നത്. അപ്പം ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ തിരിച്ച് ബർഷാനിലേക്ക് തിരിച്ചു പോരും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ട് മുമ്പോട്ടുള്ള കിറുഗങ്കിലെ യാത്രയിലേക്ക് ഞാനും ചിന്തിക്കുന്നത് നാളത്തെ ട്രിപ്പ് കിറുഗങ്കിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ക്ലൈമറ്റൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കാഴ്ചയൊക്കെ നമുക്ക് കണ്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ യാത്രയും കഴിഞ്ഞിട്ട് അവിടെ ഒരു 2 മണിക്കൂർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് 12 കിലോമീറ്റർ നടന്ന് താഴെ വന്നിട്ടാണ് നമ്മുടെ ട്രക്ക് തീരത്തുള്ളൂ. ഇതാണ് ഓവറോൾ അപ്ഡേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 10, 7, 5, 13, 14 കിലോമീറ്റർ കിറുഗങ്കിലേക്ക് പോയി അവിടുത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് നാളെ രാവിലെ തന്നെ തിരിച്ചിറങ്ങി വരുമെന്ന്. അപ്പം നാളെ രാവിലെ 8 മണിക്കാണ് കിറുഗങ്കിലേക്ക് പോകുന്ന ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രുദ്രനാഗിൽ നിന്ന്. ഇത്രയും കയറി തന്നെ ഞാൻ അടയ്ക്കുന്നു. ബാക്കിയുള്ള എക്സ്പീരിയൻസ് നമുക്ക് വഴിയെ കാണാം. കിറുഗങ്ക പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത് വഴി എന്ന് പറഞ്ഞാൽ ടാറിട്ടൊരു കയറ്റമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡെന്ന് പറയുമ്പം സ്കൂളിൽ റോഡൊന്നുമല്ല, ഉള്ളം കല്ലൊക്കെ ഉള്ള. അപ്പം ഇതാണ് ഇവിടുത്തെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ്. കാണാൻ പറ്റുന്നുണ്ടോ മണ്ടയ്ക്ക് കുറേ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകൾ കണ്ടോ? അതും പല നിറത്തിലുള്ള ആൾക്കാർ. അതിൻ്റെ തൊട്ട് മണ്ടയ്ക്ക് നമുക്ക് ഒരു എന്തോ പറയുക, നിങ്ങൾക്ക് കാണുന്നുള്ള ചെയ്യാറിയത്തില്ല. തൊട്ട് മണ്ടയ്ക്ക് നമുക്ക് മഞ്ഞ് വീട് നടക്കുന്ന ഒരു പർവ്വതം കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ മണിക്കരലിലോട്ട് കയറി വന്നപ്പം കണ്ട ഒരു ചെറിയൊരു നദി ഇവിടെ നിന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. Like a light lighting up in the dark, you make it right. I forgot how to act, it's so classic. Every time you make me nervous and I lose my words. രുദ്രനാഥിലേക്കുള്ള ട്രക്ക് എന്ന് പറയുമ്പം ഇത്രയും കടികട്ടിയാണ്, നല്ല കയറ്റമാണ്. കമ്പൊക്കെ കുത്തി വേണം കയറാൻ. ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ.
എല്ലാ 15 മിനിറ്റ്സിലും നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊരു ചായയുടെ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ചായ കുടിക്കുകയോ ഗ്ലൂക്കോസ് വാങ്ങിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യാം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് രുദ്രനാഥ് വരെ പോകുന്നത്. അവിടെ ഇന്ന് സ്റ്റേ ആണ്. അപ്പോൾ പോയാലും പറഞ്ഞാൽ അവിടെ എല്ലാം മഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത്. സ്നോഫോൾ രാത്രിയിലേക്ക് കാണും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ കാര്യങ്ങൾ കണ്ടു തന്നെ അറിയാനാണ് നമുക്ക് നോക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ പോകുന്ന ട്രക്കിൻ്റെ പാത. അത് കണ്ടോ, നമ്മളിങ്ങനെ വന്നത്. ഞങ്ങളുടെ ടീമാണ് ഈ പോകുന്ന മൊത്തം. $5000 കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന കേട്ടിട്ടുണ്ടോ? സംഭവം അതാ. നല്ല കഷ്ടപ്പാടുണ്ട്, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ മഴയുടെ ഇടയിൽ കൂടെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ട്രക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നുണ്ട്. നമ്മളൊരു വർഷം ഒരിക്കലും ട്രക്ക് ചെയ്താൽ അത് നല്ലതെന്നാണ് പറയുന്നത്. ട്രക്ക് ചെയ്യുന്നത് ഇഷ്ടമാണുകൊണ്ടാണ് ആയിരിക്കും ചില ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ 2ാമത്തെ ട്രക്കാണ്. ഒന്ന് ചെയ്തത് മേഘാലയയിലാണ്. അത് ട്രക്കൊന്നും പറയാൻ പറ്റില്ല, അത് അബദ്ധത്തിൽ പോയി ചാടിയ ട്രക്കെന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി എൻ്റെ ചാനലുണ്ട്, പോയി കാണുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ടൂറൊക്കെ എടുത്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് വേണ്ടത്ര ഉപയോഗ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ മഞ്ഞുമല കണ്ടത് കഴിഞ്ഞ കൊല്ലം ലേ ലഡാക്കിൽ പോയപ്പോഴാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് വരിക. ഖീർഗംഗ. ഡൽഹി വന്നിട്ട് എന്നെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ, എനിക്ക് DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഒരു 6 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5300 നമുക്ക് ഖീർഗംഗ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഖീർഗംഗയ്ക്ക് പോകുന്ന വഴിയിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് പൊതുവെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ ഖീർഗംഗയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ KG എന്നെഴുതിയൊരു ആരോ മാർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കയറ്റമില്ലെങ്കിലും നിരപ്പായ സ്ഥലമാണ്. പിന്നെ നമുക്ക് സൈഡിലൊരു അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇവിടെ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ബാക്കി താഴെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു കട കിട്ടുമെന്നാണ് പറയുന്നത്. ആ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. നല്ല പണി കിട്ടിയിരിക്കുമോ കാലിനാണെങ്കിലും ശ്വാസത്തിനാണെങ്കിലും. കാരണം നമ്മൾ കയറ്റം കയറുന്നതനുസരിച്ച് നമ്മുടെ ശരീരവും അതിനനുസരിച്ച് ലൂസായിക്കൊണ്ടിരിക്കുക. Driving through the New York rain, roll down my window and let the rain in. You call me by my name, too late to turn home. നമുക്ക് ഒരു പോയിന്റ് വന്നു കഴിഞ്ഞ ശേഷം നമുക്കിവിടെ ഒരുപാട് കടകളുണ്ട്. ഇവിടെ നമുക്ക് ഇതിലേക്കുള്ള ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ നമുക്കിവിടെ ഇരിക്കാൻ സമയമുണ്ട്. ആ 1 മണിക്കൂർ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വേദനയൊക്കെ മാറ്റുക എന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്ററായിട്ടുള്ളൊരു ട്രക്കിംഗ് അനുഭവം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ള വീഡിയോകളെല്ലാം ഇങ്ങനെ തടി കൊണ്ടാണ് ഇവിടുത്തെ വീഡിയോകളെല്ലാം.
ഇതാണ് ഹിമാചൽ പ്രദേശിലെ ഓരോ വീടുകളുടെ എല്ലാം പഴയ വീടുകളാണ്, തടി കൊണ്ട് നിർമ്മിച്ച വീടുകൾ. അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ വീടുകളും കാണാൻ പറ്റും. ഇവിടുത്തെ വീടുകളുടെ എക്സ്പീരിയൻസ് നല്ല ഭയങ്കര രസമാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഓൾഡ് ഹിമാചൽ പ്രദേശിലെ വീടുകളൊക്കെ ഇങ്ങനെയാണ് പണി കഴിപ്പിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ വഴികളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് വഴിയാണ്. ആ രുദ്രപ്രയാഗിൽ നിന്ന് 5 കിലോമീറ്ററും മാറിയാണ് കീർഗംഗ. അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതിലെ തൊഴുത്തിലാണ് പശുവിനെ കെട്ടുന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം അവരുടെ വരാന്തകളാണ് പശുവിനെ മേയ്ക്കുന്നത്. പുക പോരുന്ന അടുപ്പുകളും ചെറിയ കൂടുതൽ വ്യവസായം പോലത്തെ വീട്ടിലെ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. വെൽക്കം ടു കീർണങ്കൽ യൂണിവേഴ്സൽ ക്യാബ് ടെൻറ്റ്. ഫേസ്ബുക്ക് പേജിൽ നക്താൻ എന്ന പേജിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ വീഡിയോ ഓൾറെഡി ആ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചന്വേഷിച്ച് ഇവിടെ വരാം. ട്രക്ക് അതിഗംഭീരമാണ്, പക്ഷേ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിച്ച അവസ്ഥയാണ് ഇപ്പം എൻ്റെ. ഇതിലാണ് രുദ്രപ്രയാഗ് മലയുടെ എക്സ്പീരിയൻസ്. ഇവിടുത്തെ മരങ്ങളൊക്കെ അതിമനോഹരങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പക്ഷേ കിളി പോയ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ട്രക്കിങ് ഭയങ്കര പ്രയാസമാണ്, പക്ഷേ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ട്രക്കിങ് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പക്ഷേ എന്ത് ചെയ്യാനാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രക്ക് ചെയ്യാൻ. നമുക്കിങ്ങനെ മഞ്ഞ് അവിടെ ഇന്നത്തെ സ്റ്റേ, അവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. നാളത്തെ ക്ലൈമറ്റ് അറിഞ്ഞിട്ട് വേണം നമ്മൾ മുമ്പോട്ട് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാൻ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് രുദ്രനാഥ് നമ്മൾ എത്താറായിട്ടുണ്ട്. കൂടിപ്പോയി ഒരു 500-600 മീറ്ററൂടെ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയാകാൻ പോകുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള കയറ്റം അതികഠിനമായിരുന്നു, സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, അണപ്പ് കൂടുതലായിരുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്ന സൗണ്ട്, ബാക്ക് സൈഡിലുള്ള സൗണ്ട് നെല്ല് താഴെ ഒരു അരുവി പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇവിടുത്തെ ഇപ്പം വഴി കുറച്ച് ശാന്തമായിട്ടുണ്ട്. അതിൻ്റെ അഭാവത്തിലാണ് നമ്മൾ ഇവിടെ വീഡിയോ എടുക്കുന്നത്. ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഷോപ്സ്, നമ്മൾ ചായ കുടിക്കാനാണെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കാനാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രക്ക് ചെയ്യുന്ന കൂടെ എപ്പോഴും ഒരു പട്ടി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബൈച്ചിന് 4 കിലോമീറ്റർ മാറിയാണ്. അതും കീർഗംഗയിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയുള്ള ഒരു ടീ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്.
ഇവിടുന്ന് കിറുങ്ക് 7 കിലോമീറ്ററും ബർഷാനിലേക്ക് 4 കിലോമീറ്ററുമാണ്. ഇവിടെ നമുക്ക് കോഫി, ചായ, ബ്രെഡ്, ഓംലേറ്റ്, മാഗി, സാൻഡ്വിച്ച്, ടോസ്റ്റ്. പിന്നെ ക്യാമ്പ്സ് റൂം ഇവിടെ നാക്കത്തൻ വില്ലേജ് ഇവിടുന്ന് 500 മീറ്റർ മാറിയുള്ള ഒരു റൂമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ നമ്പറാണ് 9816010143 7876123549 എന്ന നമ്പറിലേക്കാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഫ്രഷ് നീമ്പു പാനി. അതുപോലെ തന്നെ നമുക്ക് നമ്പർ ജീപ്പയിലും സെൻഡ് ചെയ്യാൻ പറ്റും. വെൽക്കം ടു കിർഗംഗ റോസ് ക്യാമ്പ് നൈറ്റ് സ്റ്റേ രുദ്രനാഗ്. ഡിസ്റ്റൻസ് ഫ്രം 20 minutes only. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. നമുക്കിനി ഇവിടുന്ന് നമ്മുടെ ക്യാമ്പിലേക്കൊരു കൂടിപ്പോയ ഒരു 20 minutes വാക്ക് അറൗണ്ട്. അതും ഇങ്ങനത്തേക്കാണ് ഇവിടുത്തെ സഞ്ചാര വഴികൾ. അപ്പം എന്തായാലും രുദ്രനാഥിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് കണ്ട് അതിമനോഹരമായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മല കയറി വന്നത്. നാളെ കിർഗംഗിലേക്കുള്ള ട്രക്ക് പോകുന്നതായിരിക്കും. അത് ഇതിലും മനോഹരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മളിതുവരെ തണുപ്പ് കണ്ടില്ല. നമ്മളിതുവരെ കണ്ടതെല്ലാം മണൽത്തരികളാണ്. അതുകൊണ്ട് ഈ മണൽ നമ്മളിനിയും കാണാൻ പോകുന്നത് അതുപോലത്തെ വൈറ്റുള്ള പാതകളായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഗൈഡ് നിൽക്കുന്നത്. ഇത്രയും കട്ടിപിടിച്ച ട്രക്കിങ്ങാണ് രുദ്രനാഥിലേക്കുള്ള ട്രക്ക്. അത് നമ്മുടെ ബേസ് ക്യാമ്പിലേക്കുള്ള ദൂരം നല്ല കുറച്ച് ദൂരെയാണ്. കുറച്ച് സ്റ്റീഫാണ് ദൂരം. എന്തായാലും അവർ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ.